തള്ളിച്ച കാറും ഡ്രൈവർ കൊച്ചുമല്ലേ അത്. ഹലോ, ആ നിങ്ങൾ ഇവിടെ എത്തിയോ? ഇപ്പൊ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ ഇല്ല സർ. എല്ലാരും ഇവിടെ തന്നെയാണോ താമസം? അതെ സർ. നമ്മുടെ മീരാമാമനും 102 ഇപ്പൊ റൂമിൽ കാണും. ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയിരിക്കുക, കുറച്ച് കഴിയുമ്പോ വരും. ഓ ഓക്കെ, ഞാൻ കണ്ടോ. ശരി. നിങ്ങളെ കണ്ടാ വിടത്തില്ല അല്ലേ? 5000 അടിച്ചോണ്ട് നിൽക്കാതെ ഒന്ന് വേഗം വാ സാറേ. ഇങ്ങനെ പോയാൽ അവന്മാർ ഇന്ത്യ വിടും. ചവിട്ടിക്കൂട്ടി എണ്ണപ്പാത്തി കിടത്തും. നിന്റെയൊക്കെ കള്ളപ്പെടുന്നതിന്റെ കഥ ആർക്കും അറിയത്തില്ലെന്നാണ്. അവന്മാരെ ഒന്നെ കയ്യിലോട്ട് കിട്ടിക്കോട്ടെ, എല്ലാത്തോടെ ഉരുക്കി ഞാൻ. അവന്മാരെ കിട്ടുന്നതിന്റെ 10% 20% കമ്മീഷൻ വന്നേക്കാം. ഞാൻ എന്തും ക്ഷമിക്കും, പക്ഷേ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒഴിച്ച് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. പോയി സാറന്മാർക്ക് വിശ്രമിക്കാനുള്ള റൂമൊക്കെ റെഡിയാക്ക്. ചെല്ല്. എന്താ സാർ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ, ഞാൻ പറയാം. നടരാജ് സാർ, കുട്ടി വരൂ. ദേ, ഇപ്പൊ പോയ നമ്പ്യാന്മാരുടെ ബാങ്ക് കൊള്ളയടിച്ച ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ സംഘമുണ്ട്. അവരെ പിടിക്കാൻ ഇറങ്ങിയതാ. അവന്മാരിവിടെ ബെഞ്ചാപുരയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കുട്ടി യവന്മാരെ എവിടെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇവരെ അറിയോ? കമോൺ, അറിയാമോ? അറിയാം സർ. യെസ്. എവിടെയുണ്ട് ഇവര്? സർ, കുറച്ചു മുന്നേ ഇവര് സുന്ദിക്കോപ്പയിലേക്കുള്ള വഴി ചോദിച്ചു ഇവിടെ വന്നിരുന്നു. ധൃതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നതും കണ്ടു. സുന്ദിക്കോപ്പേ? ഇവിടുത്തെ സന്യാസിമാരൊക്കെ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലമാ സുന്ദിക്കോപ്പ. ദീക്ഷ സ്വീകരിക്കുന്ന സ്ഥലം. യെസ്. മൊട്ടയടിച്ച് വേഷപ്രച്ഛന്നരാവാനാണ് അവരുടെ പരിപാടി. Come on boys, let us dash. എന്നാ ഓടിച്ചോണ്ടോടുവാ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ആ നമ്പ്യാരുടെ ബാങ്ക് മോഷ്ടിച്ചോണ്ട് ഓടുന്ന ഓട്ടോ. എന്താ കൂടുന്നോ? ഇന്നലെ മുതൽ ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കള്ളിന്ന് വിളിക്കുന്നത്? അതിന് സ്വന്തം കള്ളത്തരം മറയ്ക്കാനാണോ ഇതൊക്കെ? ഇന്ന് സെപ്റ്റംബർ 21, 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ചു തുടങ്ങിയ ആദ്യത്തെ പെൺകുട്ടി എന്നെയും ചതിച്ചിട്ട് ഓടിപ്പോയത്. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ദുരന്തങ്ങൾ. നീ ഇപ്പൊ പറഞ്ഞ ആ ബാങ്ക് കൊള്ളവരെ. സെപ്റ്റംബർ 21 എനിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. ഹലോ, അതെ. എപ്പോ? എങ്ങനെ? ഉണ്ട്, കൊടുക്കാം. ശരി, അങ്ങനെ പറയാം. മോളെ, എന്താ വിളിച്ച? ഒന്നിങ്ങനെ ഇപ്പൊ വരാട്ടോ. എന്തേ? വീട്ടീന്നോ? ഹലോ, ആ ദേവുവാ. മോളുടെ അച്ഛന് നല്ല സുഖമില്ല, പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു നെഞ്ചുവേദന.
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളെല്ലാം ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് അച്ഛന് അസുഖം കൂടുതലായി എന്നാണ് ബാലമാമ പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു ഇനി ഞങ്ങളോടൊപ്പം അച്ഛനില്ല എന്ന്. അച്ഛൻ മരിച്ചുപോയി എന്ന സത്യത്തോട് പൊരുത്തപ്പെടാൻ എനിക്കായില്ല. വില്ലച്ചൻ്റെ ഫോണിൽ നിന്നും ജോയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു, കിട്ടിയില്ല. ഒടുവിൽ ട്രാവൽ ഏജൻസിയിലെ ജോ എന്നെ ഏൽപ്പിച്ച ബാഗായത്. ജോ വരുമ്പോൾ വില്ലച്ചനൊന്ന് കൊടുക്കണം. ശരി, എൻ്റെ വീട്ടിലെ നമ്പർ ഒന്ന് കൊടുക്കണം. അതൊക്കെ വലിയ വേണ്ടതുപോലെ ചെയ്തോളാം. മോള് വേഗം പോകാൻ നോക്ക്. അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ്റെ മരണം, അതോടെ ഒരു കുടുംബം മുഴുവൻ നോക്കേണ്ട ബാധ്യത എന്നിലേക്കായി. ജോ എന്നെ ഏൽപ്പിച്ച ബാഗ് തിരികെ തന്നു എന്നാണ് വെല്ലിച്ചൻ എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ വീട്ടിലെ നമ്പറും മേൽവിലാസവും. ജോ വിളിക്കാതെ ആയപ്പോൾ ഞാൻ കരുതി മറന്നു, അല്ലെങ്കിൽ ഒഴിവാക്കി. പിന്നെ മറ്റൊന്നും ആലോചിക്കാനുള്ള സമയം എനിക്കുണ്ടായില്ല. വീട്, അച്ഛമ്മ, അനിയത്തി, അച്ഛനുണ്ടാക്കി വെച്ച കടങ്ങൾ, അത് മാത്രമായി എൻ്റെ ജീവിതം. എന്നെ ചതിച്ച് നീയായിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പലവട്ടം. ഇതിപ്പോൾ എല്ലാവരും നിമിത്തം പോലെ തോന്നുന്നു. അന്യൻ്റെ ഒരു രൂപ പോലും ആഗ്രഹിക്കാത്ത ഞങ്ങൾ ഒരു ബാങ്ക് കൊള്ള ചെയ്യാനും കാട്ടിൽ വഴിതെറ്റി നിന്നെ കാണാനും പിന്നെ വീണ്ടും ഇങ്ങനെ ബുദ്ധസന്യാസിമാർക്കിടയിലെത്താനും എല്ലാം ഒരു ജോ, നിങ്ങളെ തിരക്കി പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടെ ആ നമ്പ്യാർമാരും. അവര് നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തൽക്കാലം ഞാൻ അവരെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷം അവർ തിരികെ എത്താം. വലിയ താങ്ക്സ്.